സ്വാഗതം. ഞാൻ റഫീഖ് ആലമ്പാടി. ഇപ്പോൾ കിട്ടിയ വാർത്ത, സാരസ്മ റൂമിൽ കബീറിന്റെ റൂമിൽ ചീന 3-4 സട്ടികൾ പിടിച്ചെടുത്ത്, CID-മാരെല്ലാം പിടിച്ചെടുത്തല്ലോ. അതേപോലെ ഷമീമിന്റെ പീസ് അടിച്ച്. ഇന്ന് കബീർ ഗൾഫ് എക്സ്ചേഞ്ചിൽ പോയിട്ട് ബാങ്ക് കിട്ടിയല്ലോ, മറ്റേ ATM കുത്തുന്ന കാർഡ് കിട്ടിയല്ലോ. നമ്മുടെ ലൈനിൽ ഇപ്പോ കബീറുണ്ട്. ഹലോ കബീർ, നിന്റെ ATM എത്ര മിനിറ്റ് കിട്ടിയിട്ടുണ്ടോ കബീറെ? അത് ഞാൻ പോയി 2-3 മിനിറ്റ് ആവാൻ എങ്ങനെ അല്ല ആര് എങ്ങനെ സംഭവം ഓനെ വിളിച്ചാൻ ഓ താക്ക് വന്ന് താന്ന് വന്നിട്ട് താന്ന് പറയാൻ വേണ്ടി സംസാരിച്ചിട്ട് ഓന്റെ ആടെ കൊടുക്കാതെ കൊടുക്കുന്നില്ല. അങ്ങനെ ഞമ്മളെ മറ്റേ ഒരുത്തുണ്ടല്ലോ കോൽക്കണ്ടോ കൊടുത്തത്, മറ്റേ നമ്മളെ എന്ത് പേര് പറയുന്നത്, ജിറാഫിനോട് പൂരിപ്പിക്കാൻ ചെല്ലും ഓർക്കറിയില്ല. അങ്ങനെ റബ്ബിക്ക് പറഞ്ഞു കൊടുത്തിട്ട് പൂരിപ്പിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുകൊടുത്ത് അപ്പന്നെ റബ്ബിയെന്ന് അതായത് നിന്റെ കെട്ട് ഞാൻ പിടിച്ച് റബ്ബിയോട് ഇതെന്ത് കെട്ട് റബ്ബിക്ക് അറിയുന്നില്ല, എനിക്ക് അറിയുന്നില്ല. വയ റബ്ബിയോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഇത് അതന്നെ ആ കുത്തുന്ന. അതെ, നമ്മളിപ്പോ ഒക്കെ ഉണ്ടായത് കബീർ, ഓന്റെ റിപ്പോർട്ട് ഇപ്പൊ നമുക്ക് കിട്ടി. അതേപോലെ സാരസ്മ റൂമില് റെയ്ഡ് നടന്നിട്ട് നീ 3-4 ചീനി സട്ടിയെല്ലാം പിടിച്ചെടുത്തിനല്ലോ. അതേപോലെ ഇപ്പൊ നമ്മളെ ലൈനില് ഷമീം ഉണ്ട്. ഹലോ ഷമീം, കേൾക്കുന്നുണ്ടാ? ഹലോ ഷമീം, ഇപ്പോൾ മൈക്ക് കൊടുത്തോണ്ടാണ് ഇപ്പൊ ആ റൂമിന്റെ ഹലോ ഇതാ ഇപ്പോൾ റൂമിൽ ഈ ഷട്ടി പിടിച്ചെടുത്ത സ്ഥലത്ത് നിന്നും 2-3 ആൾക്കാരുണ്ട് നമ്മളെ ആള്. ഓരോട് ചോദിച്ചു നോക്കാം നമുക്ക് എന്താക്കുന്നതെന്ന്. അപ്പൊ ഇപ്പൊ ഒരു ഷമീം എന്നൊരു ചങ്ങായി ഉണ്ട്, ഓരോട് നമ്മൾ സംഭവം ചോദിക്കാം. ഓനുണ്ടായി അവിടെ സംഭവിച്ച ഷട്ടി കാണാതാകുമ്പോ എന്താണ് ഈ ഷട്ടി എങ്ങനെയാണ് കാണാതായത്? ഈ ഷട്ടി നൗഷാദിന്റെ ഷട്ടി തിരിച്ചു വരാം. നമുക്ക് അവിടെ റഫീഖ് ഉണ്ട്, നമ്മളെ ആ റഫീഖ് ഉണ്ട് ബാങ്കിലത്തെ. ഓനോട് ചോദിക്കാം, ഓനക്ക് കഥ ആദ്യം തോന്നുന്നു ഓനുണ്ടായിരുന്നു അടച്ച് ആ ഷട്ടിനെ മണവും എല്ലാം കേൾക്കാന്. എങ്ങനെയാണ് സംഭവിച്ചത്? എന്ത് സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഈ റൂമിലത്തെ ആളല്ല, ഞാൻ പുറത്ത് ആള് കുറച്ച് ലോങ് താമസിക്കുന്നത്. ആഴ്ചയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തെ റൂമിൽ ഭയങ്കര സ്മെല്ല്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എവിടെയും എനിക്കൊന്നും കണ്ടില്ല. പിന്നെ നൗഷാദിനെ കണ്ട്. പിന്നെയൊക്കെ ഞാൻ പിന്നെ ഉറപ്പായി അത് അവിടെ തന്നെ ആയിരിക്കും. നൗഷാദ് ഈ റൂമിൽ താമസിക്കുന്നുണ്ട്. പിന്നെ ആ സ്മെല്ല് നിർബന്ധം. അതാണ് ഇപ്പോൾ അവർ പറയുന്നത് നൗഷാദാണ് റഫീഖ്, നൗഷാദാണ് ഇതിന്റെ എല്ലാ കാരണവും. നൗഷാദിന്റെ സട്ടിയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. റഫീഖ് തിരിച്ചു വരാം. അതേപോലെ നമ്മളിപ്പോ ദൃശ്യം കാണുന്നത് കബീർ നൗഷാദിന്റെ ആണ്. നൗഷാദിന്റെ പിടിച്ചെടുത്ത ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് നൗഷാദികളാണ് പിടിച്ചെടുത്തത്. ഹലോ നൗഷാദ് നൗഷാദ് ഇപ്പോൾ പറയുന്നത് അവനല്ല, അവന്റെ ഷട്ടിയല്ല എന്നാണ് നൗഷാദിന്റെ ഒറ്റൊരു വാദം വന്നത്. പക്ഷേ ഏതാനും നിമിഷത്തിനകം റിപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നിയമങ്ങളും അതേപോലെ CID-കളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നൗഷാദ് ഉണ്ട്. നൗഷാദ് ഒന്ന് സംസാരിച്ചേക്കാം.